പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 22 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജൈഡസ് കറണ്ട് അഫേഴ്സ്. 2024 ഇന്ത്യ സ്കിൽസ് കോമ്പറ്റീഷൻ ഇത് അവസാനിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് ഒഡീഷയാണ്. ഒഡീഷയ്ക്കാണ് 51 മെഡൽസ് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് ഇന്ത്യ സ്കിൽസ് കോമ്പറ്റീഷൻ 2024 ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച ഒഡീഷ 51 മെഡൽസ് ആണ്. കേരളത്തിലാണെങ്കിൽ 10 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 48 സ്കിൽസിലായിട്ട്, അതായത് മൊബൈൽ റോബോട്ടിക്സ്, ഇൻഫോർമേഷൻ നെറ്റ്വർക്ക്, കേബിളിംഗ് എന്നിങ്ങനെ നിരവധി സ്കിൽസിൽ പങ്കെടുത്ത കേരളത്തിന് 10 മെഡൽസ്. ഇതിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികൾ ഇവർക്ക് സെപ്റ്റംബറിൽ ഫ്രാൻസിലെ ലയോൺ എന്ന സ്ഥലത്ത് പങ്കെടുക്കാൻ സാധിക്കും. ഇന്ത്യ സ്കിൽസ് കോമ്പറ്റീഷൻസ് ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലെ ദ്വാരക എന്ന സ്ഥലത്തെ ദ്വാരകയിലുള്ള യശോഭൂമി എന്ന ഒരു കൺവെൻഷൻ ഹാളിലാണ്. ഓരോ വ്യക്തികൾക്കും സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസിനെ എങ്ങനെ പുറത്തെടുത്ത് അവർ ഓരോ മേഖലയിലും അവരുടെ കോമ്പറ്റൻസ് അത് വർദ്ധിപ്പിക്കുക, അതിലൂടെ തന്നെ രാജ്യത്തിന് സഹായകരമാവുന്ന ലെവലിലുള്ള ഓരോ സ്കിൽസ് അത് കണ്ടെത്തുക എന്നതാണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനിൽ ഉദ്ദേശിക്കുന്നത്. 2024 ഏറ്റവും ടോപ്പ് ലെവലിൽ ഒഡീഷ, കേരളത്തിന് 10 മെഡൽസ്. ജഡ്സ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാം. 46ാമത്തെ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് മെയ് 20 മുതൽ മെയ് 30 വരെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചി. ഇപ്പൊ കൊച്ചിയിലാണ് 46ാമത്തെ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. ഇത് കൊച്ചിയിൽ മെയ് 20 മുതൽ 30 വരെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈ ഒരു മീറ്റിംഗിന്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്കിൽ വരുന്ന വിസിറ്റേഴ്സിന്റെ എണ്ണം കുറയ്ക്കുക എന്നതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അന്റാർട്ടിക്കിലെ മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ ഗ്ലോബൽ വാർമിംഗ്, താപം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മീറ്റിംഗ്, ഇതിന്റെ 46ാമത്തെ മീറ്റിംഗ് ആണ് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച ഓർഗനൈസേഷൻസ് ആണ് നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് NCPOR, കൂടാതെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. ഇപ്പൊ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസും NCPOR ഗോവ സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 46ാമത്തെ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. 40 രാജ്യങ്ങളിൽ നിന്ന് 350 പേര് പങ്കെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു ATCM. ഈ മീറ്റിംഗിനോടൊപ്പം തന്നെ നടന്നിട്ടുള്ള മറ്റൊരു മീറ്റിംഗ് ആണ് കമ്മിറ്റി ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ CEP. അത് 26ാമത്തെ മീറ്റിംഗ് ആയിരുന്നു, കമ്മിറ്റി ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഇത് നടന്നിട്ടുള്ളത് കൊച്ചിയിലാണ്. ശ്രീലങ്കയിൽ ഇന്ത്യൻ വംശജരായ തമിഴരുടെ IoT 200 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണക്കായി പുറത്തിറക്കിയ ആദ്യ സ്റ്റാമ്പ് ലഭിച്ചത് ആർക്കാണ്? ശ്രീ രവിശങ്കർ. IoT ഇന്ത്യൻ ഒറിജിൻ തമിഴ്സ് 200 വർഷമായിട്ട് ശ്രീലങ്കയിൽ എത്തിയിട്ടുള്ള തമിഴ് വംശജർ, ഇവരുടെ സ്മരണക്കായിട്ട് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു സ്റ്റാമ്പ്, 200 വർഷത്തെ സ്മരിക്കുന്ന ഒരു സ്റ്റാമ്പ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് 2023 ഡിസംബർ 30 പുറത്തിറക്കിയിരുന്നു, റിലീസ് ചെയ്തിരുന്നു. അന്നത് റിലീസ് ചെയ്തിട്ടുള്ളത് BJPയുടെ നാഷണൽ പ്രസിഡന്റ് JP നഡ്ഡയായിരുന്നു. ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ശ്രീലങ്കൻ ഗവർണർ ഓഫ് ഈസ്റ്റേൺ പ്രൊവിൻസ്, അതായത് ശ്രീലങ്കയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള ഗവർണർ ആയിട്ടുള്ള സെന്തിൽ തൊണ്ടമാൻ. 200 വർഷമായി ഇന്ത്യയിൽ നിന്ന് തമിഴർ ശ്രീലങ്കയിൽ എത്തിയത്, അതിന്റെ ഓർമ്മയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റാമ്പ്. പുരുഷന്മാരുടെ ഇറ്റാലിയൻ ഓപ്പൺ 2024 നേടിയത് ആരാണ്? അലക്സാണ്ടർ സ്വരേവ്. 2024 ഇറ്റാലിയൻ ഓപ്പൺ ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ഇതിൽ വിമൻസ് വിഭാഗത്തിൽ വിജയിച്ചിട്ടുള്ളത് ഇഗ സ്വൈതിക് ആണ്. മെൻസ് എന്ന വിഭാഗത്തിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് അലക്സാണ്ടർ സ്വരേവ് ആണ്. 2ാമത്തെ പ്രാവശ്യമാണ് അലക്സാണ്ടർ സ്വരേവിന് ഈ ഒരു കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2017 20 വയസ്സുള്ളപ്പോഴാണ് അലക്സാണ്ടറിന് ഈ ഒരു കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2024 ഇറ്റാലിയൻ ഓപ്പൺ മെൻസ് വിജയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ സ്വരേവ്, വിമൻസ് വിജയിച്ചിട്ടുള്ളത് ഇഗ സ്വൈടെക്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024 വനിതകളുടെ F51 ക്ലബ് ത്രോ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് സ്വർണം നേടിയത്? എക്ത ബ്യാൻ. 2024 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനിലെ കോബ് എന്ന സ്ഥലത്താണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ എക്ത ബ്യാൻ ആണ് ക്ലബ് ത്രോ എന്ന മത്സരത്തിൽ F51 എന്ന കാറ്റഗറിയിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്.
പാരാ ഒളിമ്പിക്സ്, പാരാ ഏഷ്യൻ ഗെയിംസ്, പാരാ അത്ലറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ശാരീരികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടായിരിക്കാം, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷൻസ് ആണ് പാരാ ഗെയിംസ്. ഇതിൽ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് ഇപ്പോൾ എക്താ ബ്യാനെ സ്വർണം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു ദീപ്തി ജിവാൻജി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള ഒന്ന്. 400 മീറ്റർ T20 കാറ്റഗറിയിലാണ് ദീപ്തി ജിവാൻജി സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പൊ ദീപ്തി ജിവാൻജി വേൾഡ് റെക്കോർഡ് തകർത്തിട്ടുള്ള ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ഈ ഒരു ഇനത്തിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. എക്താ ബ്യാൻ ആണെങ്കിൽ ഹരിയാന സിവിൽ സർവീസിലെ ഓഫീസറാണ്. ഇന്നലെ മെയ് 21 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏത് കേന്ദ്ര സേനയുടെ പ്രത്യേക യൂണിറ്റ് ആണ് കോബ്ര കമാൻഡോ? അപ്പൊ കോബ്ര കമാൻഡോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് CRPF-നെയാണ്. കാരണം CRPF-ന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആണ് കോബ്ര. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ കൊമാൻഡോ ബറ്റാലിയൻ ഫോർ റെസൊല്യൂട്ട് ആക്ഷൻ. കോബ്ര എന്നാൽ കൊമാൻഡോ ബറ്റാലിയൻ ഫോർ റെസൊല്യൂട്ട് ആക്ഷൻ. 2008 സെപ്റ്റംബർ 12 തീയതിയാണ് കോബ്ര എന്ന ഈ സ്പെഷ്യൽ ഫോഴ്സ് CRPF ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിനാണെങ്കിൽ ഗരുഡ് എന്ന സ്പെഷ്യൽ ഫോഴ്സ് ആണ്. ആർമിക്കാണെങ്കിൽ പാരാ സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്, NSG എന്നിവയെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നേവിക്കാണെങ്കിൽ മാർക്കോസ് ആണ്. അപ്പൊ ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഇന്ത്യൻ സ്കിൽസ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംസ്ഥാനം ഒഡീഷ. 46ാമത് അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ATCM 2024 മെയ് 20 മുതൽ മെയ് 30 വരെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചി. ശ്രീലങ്കയിൽ ഇന്ത്യൻ വംശജരായ തമിഴരുടെ 200 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണക്കായി പുറത്തിറക്കിയ ആദ്യ സ്റ്റാമ്പ് ലഭിച്ചത് ആർക്കാണ്? ശ്രീ രവിശങ്കർ. പുരുഷന്മാരുടെ ഇറ്റാലിയൻ ഓപ്പൺ 2024 നേടിയത് ആരാണ്? അലക്സാണ്ടർ സ്വരേവ്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024 വനിതകളുടെ F51 ക്ലബ് ത്രോ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് സ്വർണം നേടിയത്? എക്താ ബ്യാൻ. ഇന്ന് മെയ് 22 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, നാഷണൽ ആന്റി ടെററിസം ഡേ ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ May 21 ഈസ് ഇൻ റിമംബറൻസ് ഓഫ് വിച്ച് ലീഡർ? ഏത് നേതാവിന്റെ സ്മരണക്കായി വർഷം തോറും മെയ് 21 ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാനുള്ള ആകാംക്ഷ, അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എവിടെയും വിജയിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് സമയമാണ്. സമയം കണ്ടെത്താൻ ശ്രമിക്കൂ, വിജയം 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.